ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് എപ്പോൾ ഇടുക. അവിടെ ടിക്കറ്റ് ഇട്ട് ഇങ്ങനെ നടന്ന് വരും. ബസ്സിന് വരുന്നതാണെങ്കിൽ ഇവിടെയാണ് നിർത്തുക. ഇവിടെ നിന്നൊരു 8 മിനിറ്റ് നടക്കണം. അത് സൂര്യൻ്റെ പ്രകാശമെല്ലാം കൊണ്ട് ഇങ്ങനെ പാർക്കിൽ കൂടി നടന്ന് പോലാണ് പണി. ഇവിടെ എപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാം ഇരുന്നിട്ടുണ്ടാകും വൈകുന്നേരം. ഇവിടെയാണ് ശാന്തിനഗർ BMTCൻ്റെ ബസ് സ്റ്റാൻഡ്. വലിയ ബസ് സ്റ്റാൻഡാണ്. 2 നില പാർക്കിംഗ്, 4 നില പാർക്കിങ്. പിന്നെ KSRTCൻ്റെ BMTCൻ്റെ ഓഫീസ്, ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളെല്ലാം ഇവിടെ നിന്നാണ് പുറപ്പെടുക. നല്ല പാർക്കാണ്. സൈഡിൽ കൂടി ഡ്രൈനേജ് പോകുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ സൈഡിൽ ഫുള്ള് ഇവർ ഫ്ലവറിങ് പ്ലാന്റ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് രാവിലെയും വൈകുന്നേരവും പക്ഷിയേക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ പക്ഷികൾ വരും. ഒരാൾ വന്നു കഴിഞ്ഞാൽ പക്ഷികൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. പ്രാവുകൾ, പല പക്ഷികളും. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്ന നേരത്ത് കുറച്ചൊരു പ്രോബ്ലമാണ്. വണ്ടി ഭയങ്കര ഫാസ്റ്റിൽ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ക്രോസ് ചെയ്യണം. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യണം. ഇവിടെയും ക്രോസ് ചെയ്യുന്ന നേരത്ത് ഡേഞ്ചറസ്. ഒരു പമ്പ് ഉണ്ടെങ്കിലും ഭയങ്കര ഫാസ്റ്റായിട്ട് വരും വണ്ടികൾ. ഇത് 1 വേ ആണെങ്കിലും ഇപ്പുറത്തുനിന്നും വണ്ടി വരും. അവർക്കൊരു ലൈസൻസ് ഇല്ല വരുന്ന ആൾക്കാർക്ക്. പിങ്ക് പോലീസ് വരുന്നുണ്ട് BMTC. ഇതിലേ നടന്ന് ഞാൻ ബസ്സിലാണ് വരുന്നതെങ്കിൽ ഇതിലെയാണ് സാധാരണ പോവുക. അധികവും ബസ്സിൽ തന്നെ ആയിരിക്കും വരവ്. കാരണം ട്രാഫിക്, പിന്നെ പെട്രോൾ ചെലവ്, ഇതെല്ലാം കൊണ്ട്. ഇവിടെയാണ് ആനന്ദഭവൻ്റെ ഹോട്ടൽ. ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. 3 ടൈംസ് ഹൈ ആണ്. ഇവിടെ സ്മാർട്ട് ബസാറുണ്ട്. സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഒരു പ്രാവശ്യം സൂര്യനെല്ലാം നോക്കി ഇങ്ങനെ നടക്കും ഹാപ്പി ആയിട്ട്. ഇവിടെ ഞാനൊരു കാര്യം ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു അമ്മ ഇരിക്കുന്നുണ്ട്. അതായത് ഒരു കൂളിംഗ് ഗ്ലാസ്സെല്ലാം വെച്ചിട്ട് ഒരു ബ്ലൈൻഡിൻ്റെ ഗൈഡ് സ്റ്റിക്കെല്ലാം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടാൽ വിചാരിക്കുക നമുക്ക് കണ്ണ് കാണൂല എന്ന്. പക്ഷേ എങ്കിൽ ഒരു ദിവസം ഞാൻ പൈസ കൊടുത്താണ് താഴെ വീണപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. എൻ്റെ വിചാരം എന്തായാലും ഏജ് ആയിട്ടുണ്ട്, പക്ഷേ കണ്ണ് കാണുമെന്നാണ് തോന്നുന്നത്. എന്നാൽ എൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല. കാരണം നിയമപരമായിട്ട് എതിരാണ്. ഇപ്പോൾ KSRTCൻ്റെ ബസ്സുകളും BMTCൻ്റെ ബസ്സുകളും എല്ലാം റിപ്പയർ ചെയ്യുക, സർവീസ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടുന്ന് ഒരു ബസ് വരുന്നത് കണ്ട, ഈ ബസ്സിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഈ ബസ് വരുന്നതിൻ്റെ ഉള്ളിലാണ് ഇവരെ സർവീസ് സെൻറ്ററുകൾ. BMTCൻ്റെ ഒരു ബസ് വരുന്നത്, അപ്പുറത്ത് ഒരു KSRTC കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു വലിയ വോൾവോ AC. ഇവരെ ബസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇതെല്ലാം നല്ല വർഷത്തെ പഴക്കമുള്ളതാണ്. നമ്മളെ കേരളത്തിലുള്ള പോലെ കേന്ദ്രം കൊടുത്തതാണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് ഇല്ല. എവിടെയും കാട് കയറി നിർത്തിയിട്ട് അവസാനം പാട്ട വിലക്ക് വിൽക്കലല്ല പരിപാടി. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലോണം നോക്കും ഇടാം. അത് ഏത് ഗവൺമെൻറ് ആയാലും, BJP ഗവൺമെൻറ് ആയാലും കോൺഗ്രസ് ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആയാലും ഓരോ കാര്യം നല്ലോണം നോക്കും. ഇവിടെ ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട്. ഓൾമോസ്റ്റ് 50 ആംബുലൻസ് ഉണ്ട് ഇൻ്റർസ്റ്റേറ്റ്. നിങ്ങൾക്ക് ഫസ്റ്റ് ബുക്ക് ചെയ്യാം. അഥവാ നിങ്ങൾ മരിച്ചു പോയാൽ
ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെത്തിയാൽ ഇവർ നാട്ടിലെത്തിക്കും സഭ. അതിൻ്റെ പൈസ ആദ്യം തന്നെ കൊടുത്ത് ബുക്ക് ചെയ്യണം. ഇവിടെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട്, കോട്ടേഴ്സാണ് ഇവിടെ. ഒരു മാരുതിൻ്റെ ഔട്ട്ലെറ്റിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെല്ലാം ബുക്ക് ചെയ്യൽ. ടെസ്റ്റ് ഡ്രൈവിംഗ് വേണം ഇവിടെ വീട്ടിൽ വിളിച്ചാൽ മതി. മാണ്ഡവി മോട്ടോഴ്സ് ഇന്ത്യയാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാലും പോവാം, പക്ഷേങ്കിൽ പൊടിയും പുകയും എല്ലാം ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. നല്ല ഒരു ഏരിയയാണ്, മരങ്ങളും ശാന്തമായ ഒരു ഏരിയയാണ്. ടൗണിൻ്റെ ഹൃദയഭാഗത്ത് അതിലൂടെയാണ് നടന്നു പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ എൻട്രൻസ് സൈഡ് നിൽക്കുന്ന മരക്കച്ചവടക്കാരൻ. ഇവിടെ ഒരു ടിമ്പർ ബിസിനസ് ഉണ്ട്. വെപ്പോൺ ലോറി വന്നിട്ട് ഇറക്കി കൊണ്ടുപോകും. ഗവൺമെൻറ് ഓഫീസുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല ഒരു ഏരിയയാണ്, ശാന്തമായ, അധികം ട്രാഫിക്കൊന്നുമില്ല, റണ്ണിങ് ട്രാഫിക്കില്ല. മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വേണമെങ്കിൽ മാസ്ക് എല്ലാം അയച്ചു വെക്കാം. ഈ കാലം കട്ട് ചെയ്യാണ് ഞാൻ ഓവർ